പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് വേടന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. അതെന്താണ്? ഇരയ്ക്ക് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലേ? ഈ പീഡനം എന്ന് പറയുന്നത് അത്ര സീരിയസ് ആയിട്ട് ഇപ്പോൾ കോടതി എടുക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഡൽഹിയിലെ അതിജീവിതയുടെ ആ ഒരു കേസിന് ശേഷം ജസ്റ്റിസ് വർമ്മ അധ്യക്ഷനായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിച്ച് അതിശക്തമായിട്ടുള്ള നിയമങ്ങൾ, പോക്സോ കേസിൽ അതിശക്തമായിട്ടുള്ള ബലാത്സംഗ പീഡനത്തിന് അങ്ങേയറ്റത്തെ ശിക്ഷ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഹാലേബുല ഒക്കെ ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ ആ ചൂരും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഇപ്പോൾ പീഡനം എന്ന് പറയുന്നത് ഒരു നോർമാലിറ്റി ആയിരിക്കുകയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ന്യൂ നോർമാലിറ്റി അത് സർവ്വവിധ മേഖലകളിലും, സിനിമകളിലായിക്കോട്ടെ, രാഷ്ട്രീയത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ കലാരംഗത്തായിക്കോട്ടെ, അതൊരു ന്യൂ നോർമാലിറ്റി ആണിൻ്റെ ഒരു പ്രകൃതിദത്ത അവകാശവുമായിട്ട് മാറിയിട്ടുണ്ടോ സ്ത്രീകളെ പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പീഡനത്തിൻ്റെ കേസെന്ന് പറയുന്നത് വേടൻ്റെ കേസിലാണ്. വേടൻ്റെ കേസിലെ പീഡനം അനുഭവിച്ച സ്ത്രീ, അവരൊരു ലേഡി ഡോക്ടറാണ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ വേടൻ്റെ പാട്ടിലും അവർ പക്ഷേ റാപ്പ് ആയതുകൊണ്ട് ശരീര ചലനങ്ങളിലും ആകൃഷ്ടരായി. അപ്പോൾ വേടനുമായിട്ട് അവർക്ക് ഒരു ബന്ധം ഉണ്ടായി. റിലേഷൻ എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. നോർമൽ ഇന്നത്തെ സാധാരണഗതി പറയുന്ന ഭാഷ ന്യൂ നോർമാലിറ്റി അതാണല്ലോ ബന്ധത്തിൽ. അങ്ങനെയുള്ള ബന്ധത്തിൽ ഇവർക്ക് വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം നൽകി. അപ്പോൾ ഈ ഡോക്ടർ അത് വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഡയഗ്നോസിസ് ശരിയായിട്ട് ഡോക്ടർ നടത്തിയിട്ടില്ല. അല്ല, അതിന് പിന്നാലെയാണ് വീണ്ടും പരാതികൾ ഉണ്ടായത്. ആ പരാതികൾ എന്തുകൊണ്ട് കോടതി പരിഗണിക്കുന്നില്ല? ഇപ്പം അങ്ങനെയാണ്. ഒരു പരാതി ഉണ്ടായ തുടർന്ന് ഒരുപാട് കഷ്ടകാലം വരുമ്പോൾ ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം കൂട്ടമായിട്ട് വരുമെന്ന് പറഞ്ഞതുപോലെ. അല്ല, ഒരാൾ തുറന്നു പറയുമ്പോൾ എനിക്ക് അനുഭവം പറ്റിയിട്ടുണ്ടെന്ന് ബാക്കിയുള്ളവർ പറയുന്നത്. മീറ്റു പോലൊരു സമാനമായിട്ടുള്ള അങ്ങനെ സംഭവങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ശരി, ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡോക്ടർക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തു. വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിൻവാങ്ങി. പീഡനം എന്നുള്ള കാര്യം കോടതി എടുത്തിട്ടേ ഇല്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് ഹൈക്കോടതി തിങ്കളാഴ്ച വരെ നീട്ടിയതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് വേടൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിൽ തിങ്കളാഴ്ച വീണ്ടും വാദം തുടങ്ങി. അപ്പോഴേ നമുക്കിത് അറിയാൻ പറ്റും. ഒരു താൽക്കാലിക ഇടക്കാലാശ്വാസം ഒളിവിലിരിക്കുന്ന വേടന് കിട്ടിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ പോലീസിൻ്റെ കാര്യം പറയുന്നത്, പോലീസ് പറയുന്നത് അദ്ദേഹം ഒളിവിലാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള യാതൊരു നിലപാടും പോലീസിനില്ല എന്ന് വ്യക്തമല്ലാത്ത ഭാഷയിലുള്ള ഉത്തരമായി തന്നെ അദ്ദേഹത്തിനോടൊപ്പമാണ് എന്നുള്ളത് വേണം. അല്ലെങ്കിൽ പിന്നെ കേരള പോലീസ് അവരുടെ കഴിവുകേട് സമ്മതിക്കണം. ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടാൽ ഞങ്ങൾക്ക് പിടിക്കാൻ സംവിധാനമില്ല. ഏറ്റവും പുതിയ കാറുകൾ എത്ര എണ്ണമാണ് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്? ഏറ്റവും പുതിയ ഉപകരണങ്ങൾ എത്ര എണ്ണമാണ് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്? എത്ര പോലീസ് സേനയിൽ എത്ര IPS ഉദ്യോഗസ്ഥരുണ്ട്? DGPമാർ എത്ര ഉണ്ട്? ഇവരെല്ലാം കൂടി തൊപ്പിയിട്ട് വേഷമണിഞ്ഞ് നടക്കുന്നത് എന്തിനാ? ഇതുപോലുള്ള ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ? പീഡന കേസിൽപ്പെട്ട ഒരു ആളിനെ പിടിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ അത് തുറന്ന് സമ്മതിക്കണം. ഞങ്ങളെ കൊണ്ട് അതിന് കഴിവില്ലെങ്കിൽ പിന്നെ കോടതി ഈ കേസ് CBIയെയോ NIAയോ ആരെങ്കിലും ഏൽപ്പിക്കും. അതല്ലേ വേണ്ടത്? നിങ്ങളിവിടെ വന്നിട്ട് ഈ ബ്യൂറോക്രാറ്റുകളെ പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇക്കാര്യത്തിൽ വേടൻ ഒളിവിലാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. പോലീസ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. സിറ്റി പോലീസ് കമ്മീഷണർ പറയാം വേടൻ ഒളിവിലാണ്. സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, കൊച്ചിയിലെ പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അങ്ങനെ പറഞ്ഞാൽ മതി. ഇതെല്ലാവർക്കും അറിയാം. ഇത് പകൽ പോലെ സത്യമായ കാര്യം. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സൂര്യരശ്മി മലയാളികൾ ഇത്രത്തോളം അറിയപ്പെടുന്ന ഒരു ഗായകനെ പിടിക്കാൻ കഴിയുക. ഇത് ഇത്രയും അറിയപ്പെടുന്ന ഒരാൾ, ജനങ്ങൾക്ക് കണ്ടാൽ അറിയാവുന്ന ഒരാൾ ഒളിവിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പാർട്ടിയുടെയോ പോലീസിൻ്റെയോ സഹായം ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഇത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം തോപ്പിൽ ഭാസി ഒളിവിലിരുന്നിട്ട് VS അച്യുതാനന്ദൻ പറയുന്ന അന്ന് തീരെ അറിയപ്പെടാത്ത ഒരാളായിരുന്നു. ഒരു ഫോട്ടോ പോലും അദ്ദേഹത്തിൻ്റെ പത്രങ്ങളിൽ വന്നിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ ഈരാറ്റുപേട്ടയിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ CPIയുടെ പോലീസാണ് നിങ്ങളുടെ പോലീസിനേക്കാൾ ഭേദമെന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടും പീഡനക്കേസിലല്ല. ഒരു കാര്യം തിരുത്തണം, VSനെ പിടിച്ചത് പീഡനക്കേസിലല്ല, അത് തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചതിൻ്റെ പേരിലുള്ള കേസാണ്. ഈരാറ്റുപേട്ട പറഞ്ഞപ്പോഴാണ്
PC ജോർജിനായിരുന്നെങ്കിൽ പോലീസ് പറന്നു വന്ന് അറസ്റ്റ് ചെയ്തത്. ഈ രാഹുൽ മാങ്കട്ടത്തിനെയും വെളുപ്പാങ്കാലത്ത് വീട് ചുറ്റി അറസ്റ്റ് ചെയ്ത കൊടികെട്ടിയ പോലീസാണല്ലോ. എന്താ വേടനെ അറസ്റ്റ് ചെയ്യാത്തത്? പോലീസ് പിന്നെയും പറഞ്ഞിരിക്കുന്നത് കൂടെ ശ്രദ്ധിക്കുക. വേടനെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസിനില്ല. പിന്നെന്താ? സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. ഒളിച്ചു വെച്ചിരിക്കുന്ന ഇടപാടാണോ പിന്നെ നിങ്ങൾക്കുള്ളത്? ഇത് പിടിക്കാതിരിക്കുന്നതിന് കാര്യം എന്താ? അത് നിങ്ങൾ പരാജയം സമ്മതിക്കണം. അപ്പോൾ എന്നാ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ നിലപാടല്ല ഇവിടെ ചോദിച്ചത്. വേടൻ എവിടെ? അതറിയാനുള്ള സംവിധാനമാണ് കേരള പോലീസ്, സിസ്റ്റമാണ് കേരള പോലീസ്. ആ സിസ്റ്റത്തിന് ഫെയിലുവർ ഉണ്ടാവണമെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഡ്രൈവർ ആരാണ്? ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി. അതാരാണ്? മുഖ്യമന്ത്രി. അതിൻ്റെ പരാജയം എന്നാൽ സമ്മതിക്കണം. വളരെ വ്യക്തമല്ലേ? ജനങ്ങൾക്ക് മനസ്സിലാവൂ. ഇത് കോടതിക്ക് മനസ്സിലാവേണ്ട ഭാഷയാണിത്. ശരിയായ ദിശയിലാണ് അന്വേഷണം നടക്കുന്നത്. ഇതാണോ ശരിയായ ദിശ? ഒളിവിലിരിക്കുന്ന ആളെ പിടിക്കാതിരിക്കുകയാണോ ശരിയായ ദിശ? എനിക്ക് മനസ്സിലാവുന്നില്ല. തെളിവ് ശേഖരണവും സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തലും പുരോഗമിക്കുകയാണ്. അതിനിപ്പോൾ പോലീസ് വേണമെന്നില്ലല്ലോ. മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസ് വേണമെന്നില്ല. കോടതി നേരിട്ട് പറയാം. പീഡനം അനുഭവിച്ച ആൾക്ക് മാജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പറയാൻ പറ്റും. കൺഫെഷൻ അല്ല, രഹസ്യ മൊഴിയായിട്ട് നൽകാൻ പറ്റും. പറയാൻ പറ്റുമല്ലോ. പോലീസ് സംവിധാനം അതിനുള്ളതല്ല. പിന്നെ വേടൻ രാജ്യം വിടുന്നത് തടയാൻ നടപടി സ്വീകരിച്ചു എന്ന് പറയും. അപ്പോൾ രാജ്യം വിട്ടിട്ടില്ല. അപ്പോൾ പിന്നെ എവിടെയാണ്? കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് വേണം കരുതാൻ. അപ്പോൾ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുക. അത് പറയും. ടവർ ലൊക്കേഷൻ, അദ്ദേഹത്തിൻ്റെ ടവർ, ആ മൊബൈൽ എടുത്ത് അവന് അപ്പോഴേ കളഞ്ഞു കാണും. ആ മൊബൈൽ ഉപയോഗിച്ചെങ്കിലല്ലേ ടവർ ലൊക്കേഷൻ അറിയാൻ പറ്റുമോ? വേടനാണോ? എത്ര മൊബൈലുകളുണ്ടെന്ന് ആർക്കറിയാം? ഇത്ര ഒരു വീര കേസരിക്ക്. ഒരുപാട് പെണ്ണുങ്ങൾ ഇതുപോലെ പീഡന കേസുമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഡോക്ടറുടെ കേസ് മാത്രമല്ല, കോടതി ഇത് മാത്രമായി പരിഗണിച്ചുള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, കോടതി പറഞ്ഞിരിക്കുന്നത് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതിന് ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമേ കോടതി അറിയിക്കുന്നതിൽ അഭിഭാഷകൻ ശ്രമിച്ചുള്ളൂ. പ്രോസിക്യൂഷൻ്റെ പരാജയമായിട്ടാണ് ഞാൻ പറയുന്നത്. അതല്ല കേസ്, പീഡനമാണ് കേസ്. തെറ്റിദ്ധരിക്കുന്നത്. അതെ, തെറ്റിദ്ധരിപ്പിക്കുകയാണത്. കോടതി വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി വേടൻ. കൃത്യമായ തെളിവ് പോലീസും പ്രോസിക്യൂഷനും ഹാജരാക്കിയില്ല. അതുകൊണ്ട് അത് കുറ്റമല്ല. അതിന് ശിക്ഷിക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തില് ഭാരതീയ ന്യായശാസനയിൽ ഒരു വകുപ്പുമില്ല. അപ്പൊ ദുർബലമായ വകുപ്പാണ് പ്രോസിക്യൂഷൻ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സംസ്ഥാന ആഭ്യന്തര വകുപ്പ്, സംസ്ഥാന ഗവൺമെന്റ് വേടനെ സംരക്ഷിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. കുറച്ചു നാളുകളായി നമുക്ക് അത് പരിശോധിച്ചാൽ അറിയാം. അപ്പോൾ കേരള സർക്കാരിന്റെ നിലപാട് എപ്പോഴും വേട്ടക്കാരനോടൊപ്പമാണല്ലേ? വേട്ടക്കാരനോടൊപ്പമാണ്. സിനിമയിലും നമ്മളിത് കണ്ടു, ഇപ്പം നമ്മളിത് കാണുന്നു. പക്ഷേ എതിർപക്ഷത്തുള്ള പാർട്ടിയിലെ ആരെങ്കിലും ആണെങ്കിൽ, അങ്ങനെയുള്ള കേസാണ് അവർക്കെതിരെ വരുന്നതെങ്കിൽ അവരെ വേട്ടയാണ്. വേടനെ വെറുതെ വിടും. പക്ഷേ തങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകളാണെങ്കിൽ അവരെ വേട്ടയാടുകയും ചെയ്യും. ആ ഒരു നിലപാടാണ് കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു നിഗമനത്തിൽ നമുക്ക് തൽക്കാലം എത്തായിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് കേസെന്താ? വിവാഹ വാഗ്ദാനത്തിൽ പിന്മാറി. ഒരു കേസാവേണ്ട കേസേ അല്ല. ലോക്കൽ സ്റ്റാൻഡ് ഇല്ലാത്ത ഒന്നാണ്. പീഡനം എന്നുള്ളതിനകത്ത് വരുന്നില്ല. പലതരത്തിൽ പീഡിപ്പിച്ചു, പ്രകൃതി വിരുദ്ധമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് നമ്മൾ കേസുണ്ടായിരുന്നത്. ആ കേസിൻ്റെ ആ വിഭാഗങ്ങളൊന്നും ഈ പ്രോസിക്യൂട്ടർ കൊടുത്ത കാര്യത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത്, വനിതാ ഡോക്ടർ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ, സത്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുക്കണം. ഇതേ തുടർന്ന് ഒരു ആറ്റമിക് റിയാക്ടറിൻ്റെ തുടർ ചലനങ്ങൾ പോലെ ധാരാളമായിട്ടുള്ള പീഡന ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇവരെല്ലാം ചെയ്യേണ്ടത് മാജിസ്ട്രേറ്റിന് മുമ്പാകെ ഈ കേസ് എത്തിക്കുകയാണ്. നിങ്ങളുടെ രഹസ്യമൊഴി കൊടുക്കുകയാണ്. കൊടുത്താലും വേടനെ പിടികൂടുമോ എന്ന് നമുക്കറിയില്ല, നമുക്ക് ഉറപ്പുമില്ല. പക്ഷേ ഈ കേസുകൾ അവിടെ ഇരിക്കുമ്പോൾ കോടതിയുടെ ഒരു ശാസനയെങ്കിലും ഗവൺമെൻറ്റിനുണ്ടാവും. അപ്പോൾ അതൊരു ബഹുജന സമ്മർദ്ദമാക്കി പ്രതിപക്ഷ കക്ഷികൾ മാറ്റിയെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയൂ എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അതിന് പ്രതിപക്ഷ കക്ഷികൾ സമ്മതിക്കുകയില്ല. കാരണം കഞ്ചാവ് കേസിൽ പിടിപെട്ടിട്ടും വേടനെ പ്രോത്സാഹിപ്പിക്കുകയും കൈയടിക്കുകയും അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ വിരുദ്ധമായിട്ടുള്ള, നഗ്നമായിട്ടുള്ള ഹിന്ദുത്വ വിരുദ്ധ പരാമർശങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് പ്രതിപക്ഷ കക്ഷികളും ചെയ്തിട്ടുള്ളത്. ഹിന്ദുത്വ വിരുദ്ധം പോട്ടെ, ഹിന്ദുവിനെ എന്തും പറയാം, എന്തും ചെയ്യാം, എന്തും പിടിപ്പിക്കാം. പക്ഷേ ഈ ഡോക്ടറെ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു ചികിത്സകയെ ഇങ്ങനെ പീഡിപ്പിച്ചത്, ആ കാര്യത്തിൽ നിങ്ങൾ ഇതുപോലെ മൗനം പാലിക്കുന്നത് അവരെ ഒറ്റപ്പെടുത്തലിന് തുല്യമാണ്. പീഡിതരെ ഒറ്റപ്പെടുത്തുകയാണ്. മറ്റു ചില കേസുകളിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശം ഈ കേസുകളിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നത് കേരളത്തിന് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യവുമാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.